ഹായ് ഡിയർ ചിൽഡ്രൻ, റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സോട് കൂടി റിപ്പോർട്ടർ സ്പീച്ച് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഓരോരോ സെൻറ്റൻസ് പാറ്റേണുകളായിട്ട് റിപ്പോർട്ട് ചെയ്യണതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചു. ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുമ്പോൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കോമൺ ആണ്. എല്ലാ സെൻറ്റൻസ് പാറ്റേണിക്കും കോമൺ ആണ്. പേഴ്സൺ ചേഞ്ച് ചെയ്യണത്, ടൈം മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാറ്റങ്ങൾ, ഇതെല്ലാം എല്ലാത്തിനും കോമൺ ആണ്. പക്ഷേ പാറ്റേൺ മാറ്റുന്നതിൻ്റെ ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ നമുക്ക് അടുത്ത പാറ്റേണുകളിൽ ശ്രദ്ധിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ നമുക്ക് ഇൻട്രോഗേറ്റീവ്, ഇംപെറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്, ഇത് 3 പാറ്റേൺ ടൈപ്സ് ഓഫ് സെൻറ്റൻസസും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ. നമുക്ക് തുടങ്ങാം. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് മുഴുവൻ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിൽ, പ്ലെയിൻ സെൻറ്റൻസസിലുള്ള റിപ്പോർട്ടഡ് സ്പീച്ച്. അവിടെയാണ് നമ്മൾ ദാറ്റ് എന്നുള്ള കണക്റ്റിംഗ് വേർഡ് വെച്ചതും സെഡ് അല്ലെങ്കിൽ ടോൾഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വേർബ് വെച്ചതും. ഇനി ഇതിന് പകരം ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? റിപ്പോർട്ടിംഗ് വേർബിന് മാറ്റം വരും. എന്താവും? ആസ്ക്ഡ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയിൽ ഇൻട്രോഗേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. എൻക്വയേർഡ്, അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ ചോദ്യരൂപത്തിലാണ് ചില അന്വേഷണങ്ങൾ ഉണ്ടാവുക. എവിടെയാണ് നമുക്ക് അന്വേഷിക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് ചോദ്യരൂപത്തിൽ. ഇൻട്രോഗേറ്റീവിൻ്റെ പാറ്റേണിലാണെങ്കിൽ ഉപയോഗിക്കാവുന്ന ആസ്ക്ഡ്, ഇൻട്രോഗേറ്റഡ്, എൻക്വയേർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് വേർബ്സ് ആയിരിക്കും ഉപയോഗിക്കുക. മാത്രമല്ല ഈ കണക്റ്റിംഗ് വേർഡ് ദാറ്റിന് വ്യത്യാസം വരും. അപ്പം അതിന് എന്ത് കണക്റ്റിംഗ് വേർഡ് ദാറ്റിന് പകരം എന്ത് വെക്കണം? അപ്പം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്? ക്വസ്റ്റ്യൻസ് 2 തരത്തിലുണ്ട്. അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നമ്മൾ പറയും ആർ യു റെഡി? അപ്പോൾ യെസ് അല്ലെങ്കിൽ നോ. ആർ യു കമ്മിങ്? യെസ്, നോ. ഹാവ് യു ഗോട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക്? യെസ് അല്ലെങ്കിൽ നോ. ഡിഡ് യു മീറ്റ് ഹിം? യെസ്, നോ. മനസ്സിലായോ? ആൻസറിൽ യെസ് അല്ലെങ്കിൽ നോ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇത് സാധാരണ ഓക്സിലിയറീസ് വെച്ചിട്ടാണ് തുടങ്ങുക. ആർ, ഈസ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇതാണ് പ്രൈമറി ഓക്സിലിയറീസ്. ഇത് വെച്ചിട്ടായിരിക്കും സാധാരണ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഹി ആസ്ക്ഡ് ആർ യു കമ്മിങ് വിത്ത് മീ, ഹി ആസ്ക്ഡ് മീ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി ആസ്ക്ഡ് മീ വെദർ ഐ വാസ് കമ്മിങ് വിത്ത് ഹിം. യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് വെദർ, WHETHER, വെദർ അല്ലെങ്കിൽ ഇഫ്. നീ വരുന്നുണ്ടോ എന്ന്, നീ വരുന്നുണ്ടോ എന്നാണ് ചോദ്യം ഡയറക്റ്റ് സ്പീച്ചിൽ. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ചിലാക്കുമ്പോൾ അത് എന്തായി മാറി? ഞാൻ അവൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചു. ഉണ്ടോ എന്ന് കാണിക്കാനാണ് വെദർ അല്ലെങ്കിൽ ഇഫ്. ഹി ആസ്ക്ഡ് മീ വെദർ, പിന്നെ ബാക്കി ഭാഗം. അല്ലെങ്കിൽ ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് കമ്മിങ് വിത്ത് ഹിം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലാതെ നമുക്ക് ശരിക്കും ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട്, നമ്മൾ WH വേർഡ് വെച്ചിട്ടെന്ന് പറയും. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വാട്ട് ഈസ് യുവർ നെയിം? ഹൗ ഓൾഡ് ആർ യു? വെർ ആർ യു ഗോയിങ്? ഹൗ മച്ച് മണി ഡു യു ഹാവ്? ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ ഫ്രം ഹിയർ? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് റെയിൽവേ സ്റ്റേഷൻ? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മൾ ഈ ദാറ്റിന് പകരം, അതല്ലെങ്കിൽ ഇഫ് ഓർ വെദർ, അതിന് പകരം നമ്മൾ എന്തുപയോഗിക്കും? ഈ റിപ്പോർട്ടിംഗ് വേർബ് കഴിഞ്ഞാൽ എന്ത് ക്വസ്റ്റ്യൻ വേർഡാണോ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചത് അതേ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. വേറെ കണക്റ്റിംഗ് വേർഡ് ഇല്ല എന്നർത്ഥം. ഹൗ മെനി കാർസ് ഡു യു ഹാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? ഹി ആസ്ക്ഡ് മീ ഹൗ മെനി കാർസ് എന്ന് പറഞ്ഞിട്ട് തന്നെ പറയും. ബാക്കി പറയാനുള്ളത്, മാറ്റങ്ങൾ വരുത്താനുള്ളത് പിന്നെ പറയാം. മനസ്സിലായോ? അപ്പോൾ ദാറ്റും ഇല്ല അവിടെ, വെതറും ഇല്ല, ഇഫും ഇല്ല. പകരം
ക്വസ്റ്റ്യനിലുള്ള ഡയറക്റ്റ് സ്പീച്ചിലുള്ള അതെ ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങിയ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് തന്നെ ഇത് പോകും. വേറെ കണക്റ്റിംഗ് വേർഡ് ഇല്ല. ക്ലിയർ ആയല്ലോ? ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ ആ വേർബിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആ റിപ്പോർട്ടഡ് ക്ലോസിലുള്ള മാറ്റങ്ങൾ. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് നമ്മൾ SVO സ്ട്രക്ചർ മാറിയിട്ട് VS എന്ന് പറഞ്ഞു. വേർബിന് ശേഷമാണ് അല്ലെങ്കിൽ ഓക്സിലിയറിക്ക് ശേഷമായിരിക്കും മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു അല്ലേ? ഓക്സിലിയറിക്ക് ശേഷം സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓക്സിലിയറിക്ക് മെയിൻ വെർബിൻ്റെ ഇടയിൽ സബ്ജക്റ്റ്, ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ. ഇത് പക്ഷെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് ക്വസ്റ്റ്യൻ അല്ലാണ്ടായി മാറി. നീ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദ്യത്തിൽ ചോദിക്കുമ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെന്നാ പറയുക? അവൻ എന്നോട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻട്രോഗേറ്റീവിലുള്ള വേർബിന് ശേഷം സബ്ജക്റ്റ് എന്ന് പറയുന്ന നിയമം വീണ്ടും സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പോലെയാക്കി സബ്ജക്റ്റിന് ശേഷം വേർബ് എന്ന് വെക്കണം. സബ്ജക്റ്റിന് മുമ്പിലുള്ള ഓക്സിലിയറിനെ സബ്ജക്റ്റിന് ശേഷം കൊണ്ടുവരണം. ഡയറക്റ്റ് സ്പീച്ചിൽ ആർ യു ലിസണിങ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ആർ യു എന്നുള്ളതിനെ നമ്മൾ എന്താക്കും? യു ആർ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോം മനസ്സിൽ വിചാരിച്ച് അതിനെ പാസ്റ്റ് ടെൻസിലാക്കുമ്പോൾ ഐ വാസ് ലിസണിങ് എന്ന് പറയും. അപ്പം നമ്മൾ ആർ യു ലിസണിങ് എന്നുള്ളതിനെ മനസ്സിൽ യു ആർ ലിസണിങ് എന്ന് സങ്കല്പിച്ചു. ഇനി അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസ് പാസ്റ്റിലേക്ക് പോകണം. അതുപോലെ തന്നെ യു എന്താവണം? എന്നോടാണ് ചോദിച്ചിട്ടുള്ളത്, ഞാൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അപ്പോൾ യു ഐ ആയി മാറി. പാസ്റ്റ് ടെൻസിലേക്ക് പോകുമ്പോൾ ആർ എന്നുള്ളത് വാസ് ആയി മാറി. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലുള്ള സെൻറ്റൻസ് ഹി ആസ്ക്ഡ് മീ ആർ യു ലിസണിങ് എന്നുള്ളത് എന്തായി മാറി? ഹി ആസ്ക്ഡ് മീ വെദർ അല്ലെങ്കിൽ ഇഫ് ഐ വാസ് ലിസണിങ്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഈ എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് കാണാം. ഇനി അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻസിലാകുമ്പോഴും ഈ വെദർ ഇഫിന് പകരം ആ WH വേർഡ് ആയിരുന്നേ ഉള്ളൂ. രമ്യ ആസ്ക്ഡ് സൗമ്യ വേർ ആർ യു ഗോയിങ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡായി ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടുള്ള വേർ തന്നെ ഉപയോഗിക്കും. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എങ്ങനെയാവും ഈ സെൻറ്റൻസ്? രമ്യ ആസ്ക്ഡ് സൗമ്യ വേർ ഷീ വാസ് ഗോയിങ്. അപ്പോൾ WH ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെയും എക്സാമ്പിൾസ് കുറച്ച് കാണാം. ഇനി ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് വരുമ്പോൾ, ഇമ്പറേറ്റീവ് നമ്മൾ പറഞ്ഞു കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുന്ന സെൻറ്റൻസസ്. ടീച്ചർ ടു സ്റ്റുഡൻറ്റ് കം ഹിയർ, ഇതാണ് ഡയറക്റ്റ് സ്പീച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഡിക്ലറേറ്റീവിലുള്ള ദാറ്റ് ഇല്ല, യെസ് ഓർ നോ ക്വസ്റ്റ്യനിലുള്ള ഇഫ് ഓർ വെദർ ഇല്ല, മറ്റടുത്ത ക്വസ്റ്റ്യൻ വേർഡ് ഇതിലില്ലല്ലോ. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യാം. കാരണം എന്താണെങ്കിൽ അത് നേരെ വേർബിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ആ വേർബിൻ്റെ മുമ്പിൽ ഒരു ടു അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ബാക്കി എന്താണ് പെർസ്പെക്റ്റീവ് ചേഞ്ചസിലുള്ള യുവും ഐയും ഒക്കെ മാറ്റാം. ഈ ടെൻസ് ഫോം ഒന്നും വേറെ മാറ്റാൻ നിൽക്കണ്ട. അപ്പം എന്താണ് ടീച്ചർ ടു സ്റ്റുഡൻറ്റ് കം ഹിയർ എന്നാണ്. ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻറ്റ് ടു കം ദെയർ.
ആ കമ്മിൻ്റെ മുമ്പിൽ നമ്മൾ ടു വെച്ചു. അതാണ് അവിടുത്തെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയാവുന്നത്. മനസ്സിലായി? എളുപ്പത്തിന് പറയുന്നതാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് അങ്ങനെ ഇമ്പറേറ്റീവ് സെൻറ്റൻസസിലുള്ളത് കാണാം. ഇനി എക്സ്ക്ലമേഷൻ അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. അതിൽ എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് എ ബ്യൂട്ടിഫുൾ സ്മൈൽ യു ഹാവ്, ഒരു എക്സാമ്പിൾ അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആക്കി നോക്കുക. യു ഹാവ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ എന്നുള്ളതാണ്. അത് കുറച്ച് അതിശയത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ പതുക്കെ ആ സെൻറ്റൻസിനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മനസ്സിൽ സങ്കല്പിക്കുക. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇടുക. ഹൗ യങ് ഷീ ഈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഷീ ഈസ് വെരി യങ് എന്നൊന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാക്കി വയ്ക്കുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഷീ ഈസ് യങ് എന്നുള്ളത് എന്താവും? ഷീ വാസ് യങ് ആവും അല്ലേ? അല്ലെങ്കിൽ യു ഹാവ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ എന്നുള്ളത് എന്താവും? ഷീ ഹാഡ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. ഒന്ന് മാറ്റിയിട്ടു അല്ലേ? ഹാവ് എന്നുള്ളതിനെ പാസ്റ്റ് ആക്കിയപ്പോൾ ഹാഡായി. യുവിനെ അത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഷീയും, ആൺകുട്ടിയാണെങ്കിൽ ഹീയും എന്നാക്കി മാറ്റി. ഹി ഹാഡ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ഓർ ഷീ ഹാഡ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമിലാവുമ്പോൾ അവിടെ കണക്റ്റിംഗ് വേർഡ് ദാറ്റ്. റിപ്പോർട്ടിംഗ് വേർബ് എന്ത് വെക്കണം? കാരണം ഇത് എക്സ്ക്ലമേറ്ററി ആണ് അല്ലേ? അത് എക്സ്ക്ലമേറ്ററി ആണ്, അവിടെ ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ റിപ്പോർട്ടിംഗ് വേർബ് എക്സ്ക്ലെയിംഡ് എന്ന് വയ്ക്കുക. അപ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ആയി. ഷീ സെഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ സ്മൈൽ യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഹി ഹാഡ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. ഹൗ ഹോട്ട് ഇറ്റ് ഈസ്, he said. He exclaimed that that was very hot. ഇപ്പോൾ രണ്ട് ദാറ്റ് വരുമ്പോൾ ഹി എക്സ്ക്ലെയിംഡ് ദാറ്റ് വാസ് വെരി ഹോട്ട്. ഇറ്റിനെ ദാറ്റ് ആക്കി, ഈസിനെ വാസ് ആക്കി അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് ദാറ്റ് വരുമ്പോൾ നമുക്ക് ഒരു ദാറ്റ് ഒരു കൺവീനിയൻസിന് ഒഴിവാക്കാം. അതവിടെ ഒരു അണ്ടർസ്റ്റുഡ് ആണ്. ഹി സെഡ് ദാറ്റ് വാസ് വെരി ഹോട്ട്. ആ കണക്റ്റിംഗ് ദാറ്റ് ആണ് നമ്മൾ ഒഴിവാക്കുന്നത്, ഇറ്റിൻ്റെ ദാറ്റ് അല്ല. ഹി സെഡ് ദാറ്റ് വാസ് വെരി ഹോട്ട്. രണ്ട് ദാറ്റ് വരുമ്പോൾ നമ്മൾ കൺവീനിയൻസിന് ചെയ്യുന്നതാണ്. ഷീ ഈസ് സോ ക്യൂട്ട് ഹി സെഡ്. ഹി എക്സ്ക്ലെയിംഡ്, സെഡ് അല്ല കേട്ടോ, എക്സ്ക്ലെയിംഡ് എന്ന് വെക്കണം. ഹി എക്സ്ക്ലെയിംഡ് ദാറ്റ് ഷീ വാസ് വെരി ക്യൂട്ട്. ആ സോയൊക്കെ വെരി ആക്കി മാറ്റാം. അപ്പോൾ അത്രയും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനുണ്ട്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ നമ്മൾ മനസ്സിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റി വയ്ക്കുക. അവസാനം കൊടുക്കണ ഇറ്റ് വാസിനെ എടുത്തിട്ട് ആദ്യം കൊണ്ടുവച്ചു, അല്ലെങ്കിൽ ഷീ ഈസിനെ എടുത്തിട്ട് ആദ്യം കൊണ്ടുവച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ 4 പാറ്റേൺ സെൻറ്റൻസിലും ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കണത് കണ്ടു. അതൊന്നും കൂടെ പറയാം എങ്ങനെയാണ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിൽ നമ്മൾ ആദ്യം സബ്ജക്റ്റ് വെച്ചു, റിപ്പോർട്ടിംഗ് വെർബ് വെച്ചു, കണക്റ്റിംഗ് വേർഡ് ദാറ്റ് വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള റിപ്പോർട്ടഡ് ക്ലോസിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി. എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തി? ആ ഫസ്റ്റ് പേഴ്സണിനും സെക്കൻഡ് പേഴ്സണെയൊക്കെ അത് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ തേർഡ് പേഴ്സണിലേക്ക് മാറ്റി. ഒപ്പം തന്നെ ആ നൗ, ദിസ്, ടുഡേ, ടുമോറോ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് കൊടുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ വേറൊരു ടൈമിൽ നിന്ന് പറയുന്നത് പോലെ ആക്കി. ഒപ്പം തന്നെ ടെൻസ് മാറ്റി. ടെൻസ് ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് പോയി.
ഇത്രയുമാണ് ഡിക്ലറേറ്റീവിൽ. ഈ പറയുന്ന ടെൻസിൻ്റെ മാറ്റം ഇതൊക്കെ എവിടെയുണ്ട്? ഇൻട്രോഗേറ്റീവിലുണ്ട്. പക്ഷെ ഇൻട്രോഗേറ്റീവിൽ ഈ നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് വെർബ് എന്നുള്ള വെർബ് സബ്ജക്റ്റ് എന്നുള്ള ഇൻവേർട്ട് ചെയ്തിട്ടുള്ളതിനെ വീണ്ടും നമ്മൾ സബ്ജക്റ്റ് വെർബ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ ഫോമിലേക്ക് മാറ്റും. കണക്റ്റിംഗ് വേർഡ് ആയിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കും. WH വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉള്ളതാണെങ്കിൽ അതേ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കും, വേറെ കണക്റ്റിംഗ് വേർഡ് ഇല്ല. റിപ്പോർട്ടിംഗ് വേർബിൽ സെറ്റിനും ടോൾഡിനും പകരം ആസ്റ്റ്, എൻക്വയർഡ്, അങ്ങനെ ചോദിച്ചു, അന്വേഷിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടിംഗ് വെർബ് വെച്ചു. ഇനി ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഓർഡർ കൊടുക്കുന്ന തരം സെന്റൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ കണക്റ്റിംഗ് വേർഡ് ടു ആക്കിയാൽ മതി. വെർബിലൊന്നും വേറെ മാറ്റങ്ങൾ വരുത്താനില്ല. ആ പേഴ്സൺസിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ വരുത്താമെന്ന് മാത്രം. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് വേർബ് ഓർഡേർഡ്. എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ മനസ്സിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കുക, ഡിക്ലറേറ്റീവ് സെന്റൻസിലാക്കുക, എന്നിട്ട് ഡിക്ലറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അത് ചെയ്യും. ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ടെൻസിൽ മാറ്റം വരുത്തേണ്ട കാര്യം ഇല്ല. ആ ഡയറക്റ്റ് സ്പീച്ച് അതുപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇനി ഒരു കോൺവെർസേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക എന്ന് നോക്കാം. റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.